എക്സിറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു മലയാള ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇത് കാണാൻ എനിക്ക് ഒരുപാട് സജഷൻസ് വന്നിരുന്നു. പക്ഷേ ഇത് കാണാൻ പറ്റിയില്ല, കാരണം ഇവിടെ റിലീസ് ഉണ്ടായിരുന്നില്ല. സോ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. ആൻഡ് ഇപ്പോൾ ഈ ആഴ്ചയാണ് എൻ്റെ ഇവിടെയൊക്കെ റിലീസ് വന്നിട്ടുള്ളത്. അതും ലിമിറ്റഡ് ഷോ മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് റിലീസ്, ലിമിറ്റഡ് തിയേറ്റർ. ഒരു തിയേറ്ററിൽ ഒറ്റ ഷോ ആയിട്ടാണ് ഓടുന്നത്. സോ കണ്ടു നോക്കി, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏറിപ്പോൾ ഒരു 8-10 പേര് മാത്രം. പക്ഷേ സിനിമ എനിക്ക് കണക്റ്റായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു സർവൈവൽ ത്രില്ലർ ജോണറിൽ പെടുത്താൻ പറ്റുന്നൊരു സിനിമയാണ്. സോ ഒരു 4 കൂട്ടുകാർ ഒരു ബംഗ്ലാവിലേക്ക് കയറി പോകുന്നു. അതിനകത്ത് അവരെ കാത്തൊരു മോൺസ്ട്രസ് ഇവൻറ്റ് നടത്താനിരിക്കുന്നുണ്ട്. സോ എന്തായിരിക്കും ഇവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് സിനിമയുടെ പ്രധാന കഥ. എന്താണ് ഇതിൻ്റെ പ്ലോട്ട്, അല്ലെങ്കിൽ എന്തായാലും അതിനകത്തുള്ളത് എന്നൊക്കെ ഓൾറെഡി ഇതിൻ്റെ ട്രെയിലറിലും ടീസറിലും ഇതിൻ്റെ പോസ്റ്ററിലടക്കം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ ആ രീതിക്കുള്ള അവിടെ നിന്ന് ഇവരെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് കാണിക്കുന്ന ഒരു സർവൈവൽ ത്രില്ലർ തന്നെയാണ് ഈ സിനിമ. ആൻഡ് ഈ സിനിമയുടെ ആ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രൈ ആണ് എനിക്കിഷ്ടമായത്. ഇതൊരു മസ്റ്റ് വാച്ച് ഐറ്റം അല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു തിയേറ്ററിൽ വാച്ച് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയല്ല. ദിസ് ഈസ് ആൻ അഡൾട്ടറേറ്റഡ് മൂവി. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു 18+ മൂവിയാണ്. പോരാത്തതിന് ഗോർ, വയലൻസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അത് ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കണ്ടിഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പടം എപ്പോഴാണ് നമ്മൾ മലയാളത്തിൽ വരുന്നു പറഞ്ഞിരിക്കുമ്പോൾ അവർക്കുള്ളൊരു ഉത്തരമാണെന്ന് പറയാം. കാരണം ഈവൻ തമിഴിലടക്കം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ സിനിമ. ഈവൻ നമ്മുടെ മെർക്കുറിയൊക്കെ, പ്രഭുദേവയുടെയൊക്കെ ഏകദേശം അതിൻ്റെ ഒരു ടച്ചൊക്കെ ഉണ്ട് ഇതിൽ. ദെൻ ഇതുപോലത്തെ ഒരുപാട് സിനിമ മറ്റു ഭാഷയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിലുള്ള മറ്റു ഭാഷകളിലും പുറത്തുള്ള ഇപ്പോൾ കൊറിയൻ, ഇന്തോനേഷ്യൻ, അങ്ങനത്തെ കുറേ ഭാഷകളിൽ ഒരുപാട് സിനിമകൾ ഇത്തരത്തിൽ ഇതേ ജോണറിൽ പോകുന്ന, ഇതേ മോഡിൽ പോകുന്ന സിനിമകളുണ്ട്. പക്ഷേ അതിനെല്ലാം വെച്ച് കമ്പയർ ചെയ്യല്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് നല്ലൊരു ട്രൈ ഇവിടെ നടത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സാധനം മലയാളത്തിൽ എടുക്കാൻ ഒരുപാട് കഷ്ടമാണ്. കാരണം ഈവൻ ദോ നമ്മളൊരു സിനിമ പുറത്തേക്ക് വന്ന് ആൾക്കാർ കാണുന്നു എന്നതല്ല, ഇപ്പോൾ കാണാൻ തന്നെ ആൾക്കാരില്ല. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, 8-10 പേര് മാത്രമേ തിയേറ്ററിലുള്ളൂ. സോ അങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ ഇറങ്ങിയിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. ഇങ്ങനത്തെ ഒരു കാര്യം പിച്ച് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറയുന്നത് തന്നെ അതിനും ഒരു ഗട്സ് വേണം, അതിനൊരു ധൈര്യം വേണം. ഇത്രയും പേരെ കൂട്ടി വരുത്തി ഓക്കെ ഈ ഒരു ജോണറിലുള്ള പടമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് പറഞ്ഞിട്ട്. കാരണം ഇങ്ങനത്തെയുള്ള സിനിമകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പക്ക ഹോളിവുഡ് പടത്തിനെ കോപ്പി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. നമ്മുടെ ടെറൈനിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇങ്ങനൊരു സംഭവം നടന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന് പുറകിലുള്ള ഒരുപാട് ഫ്ലാഷ് ബാക്ക്, ഒരുപാട് പ്രീ ഇവൻറ്റ്സ്, അതിലേക്കൊന്നും സിനിമ പോകുന്നില്ല. അവർ പർട്ടിക്കുലർ ഇവൻറ്റ് എന്താണോ അത് മാത്രമാണ് സിനിമ കോൺസെൻട്രേറ്റ് ചെയ്തത്. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്സിലൊന്നാണെന്ന് പറയാം. പക്ഷെ അതിൽ തന്നെയും ഒരു 1.25 മണിക്കൂറുള്ള സിനിമ, അതിൽ കുറേ സ്ഥലത്തൊക്കെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സാച്ചുറേറ്റ് ആവും. ഈ സാച്ചുറേറ്റ് ആവുന്ന പോയിന്റ് തൊട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചൊന്ന് ലാഗ് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുന്ന പോലെ തോന്നും. ലാഗല്ല, ചില സീനുകളൊക്കെ അനാവശ്യമായ ബിൽഡപ്പ് കൊടുത്ത് അനാവശ്യമായ സ്ലോ മോഷൻ സീൻസൊക്കെ ചിലപ്പോൾ ചിലവരുടെ എക്സ്പ്രഷൻസും ഇമോഷൻസൊക്കെ ക്യാപ്ചർ ചെയ്യാനായിരിക്കും. പക്ഷെ അത് നമുക്ക് ഓൾറെഡി ഫീൽ ആയി കഴിഞ്ഞു, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് എന്ത് എന്നുള്ളൊരു ആ ഒരു എൻഗേജിങ് ഫാക്ടർ ചില നേരത്തൊക്കെ ഒരു ഡ്രോപ്പ് ഡൗൺ ആയി പോകുന്നുണ്ട്. പക്ഷേ സിനിമ അങ്ങനെ അടുത്തേക്ക് പോകുന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കും. ഞാനിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ മറ്റ് ഈ ജോണറിൽ തന്നെയുള്ള മറ്റ് സിനിമകളിലൊക്കെ അല്ലെങ്കിൽ മറ്റ് ഭാഷാ സിനിമകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവർ വലിയൊരു പ്ലോട്ട് ട്വിസ്റ്റ് കൊണ്ടുവരും. എന്നിട്ട് എൻറ്റയർലി നമ്മൾ അതുവരെ കണ്ടിരുന്ന സാധനമല്ല, നമ്മുടെ ആ ഒരു എൻഗേജിങ് ഫാക്ടർ മുഴുവനായിട്ട് ചേഞ്ച് ആവുന്ന രീതിയിൽ നമ്മുടെ ഡോപ്പമിൻ കൂട്ടുന്ന രീതിയിലാണ് ഈ സാധനങ്ങൾ ചെയ്യുക. പക്ഷേ ഇതിൽ ആ ഒരു അഡ്രിനാലിൻ റഷില്ല. ഒരു പോയിന്റ് കഴിഞ്ഞാൽ അവർ ഇനീഷ്യലി കിട്ടിയ ഒരു ഹൈ മൊമെൻറ്റ് നമുക്ക് പിന്നീട് അങ്ങോട്ട് ഡ്രോപ്പ് ഡൗൺ ആവും. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടി സിനിമ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് തോന്നിയേനെ. ഞാൻ പറയുന്നത് ഒരു 1.5 മണിക്കൂറിൽ ഒരു പക്ഷേ ചുരുക്കിയിരുന്നെങ്കിൽ ഇതൊരു 1.25 മണിക്കൂറുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ട്രിമ്മായിട്ട്, കുറച്ചും കൂടി കൺസൈസ് ആയിട്ട് സിനിമ നമുക്ക് തോന്നും. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു തോന്നി. അത് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞത്. സിനിമ അങ്ങനെയല്ല, സിനിമ നമ്മളിപ്പോൾ കണ്ട പോലെയാണ്. എല്ലാ ഡയറക്ടറും ഇഷ്ടമാണ്. പക്ഷേ ആസ് എ ന്യൂ ഡയറക്ടർ ആൻഡ് ന്യൂ ക്രൂ ആൻഡ് അവരെല്ലാം തന്നെ അവർ ആ കാസ്റ്റ് അതെല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അതിലെ ചിലവരുടെ പെർഫോമൻസ് വളരെ അമച്ചറായിട്ട് എനിക്ക് തോന്നി. അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടും, അത് ആരാണെന്നും ഏതാണെന്നും ഞാൻ എടുത്തു പറയുന്നില്ല. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ പറയാറുമില്ല. ഇതിൽ മെയിൻ ക്യാരക്ടറൊക്കെ അല്ലാതെയുള്ള ബാക്കി 4 കുട്ടികളായിട്ട് വരുന്ന ക്യാരക്ടേഴ്സിൽ 1-2 പേരുടെ പെർഫോമൻസ് കുറച്ചൊന്ന് ഡ്രോപ്പ് ഡൗൺ ആണ് കമ്പയർ ടു ബാക്കിയുള്ളവർ. ബാക്കി നമുക്ക് കണ്ട് പരിചയമുള്ള 2 ഫേസസ് ഉണ്ട്. അവർ നന്നായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് കണക്റ്റ് ആവുന്ന പോലെ അല്ല ബാക്കിയുള്ളവരുടെ. കുറച്ചൊന്ന് ആർട്ടിഫിഷ്യാലിറ്റി തോന്നി. എങ്കിലും സ്റ്റിൽ ആ ഒരു മിനിമൽ ടൈമിൽ ഓക്കെ അതൊക്കെ മതി എന്ന രീതിയിലാണ് ഈ സിനിമ എങ്കിൽ ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സിനിമയുടെ എലിവേഷൻ തന്നെ മാറിയാനെ, ലെവൽ തന്നെ മാറിയാനെ. ഇതിൽ ബഡ്ജറ്റ് വളരെ കുറവാണ്.
ഇങ്ങനത്തുള്ള സിനിമകൾ കുറച്ചും കൂടി ബഡ്ജറ്റ് വേണം, കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് ആ കാണിക്കുന്ന ഫ്രെയിമുകളിൽ കുറച്ചും കൂടി ഒരു വലിയ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സിനിമയുടെ തന്നെ എൻ്റെ ലെവലേ മാറും. സോ ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കില്ല, ഒരു പക്ഷേ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയെ മാറിയാണ് ഇതിൻ്റെ ഇതേ പ്രീമൈസ്, ഇതേ കാസ്റ്റ്, ഇതെല്ലാം ഒക്കെ കുറച്ചും കൂടി ഇത് ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ല രസമുണ്ടാവും സിനിമ. പക്ഷെ സ്റ്റിൽ നല്ല ഗോർ ആൻഡ് വയലൻസ് നിറഞ്ഞ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. മലയാളത്തിന് നല്ലൊരു അറ്റംപ്റ്റാണ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദി എൻ്റയർ ടീം ആൻഡ് ക്രൂ. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ ഇവിടെ വർക്കൗട്ട് ആവുമെന്ന് വിചാരിച്ച് ചെയ്തതിന് നന്ദി. ആൻഡ് ഇങ്ങനത്തുള്ള സിനിമകൾ ഇനിയും വരട്ടെ എന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരു ജോണർ ഭയങ്കര രസമാണ്. ഇതിൽ മിക്സ്ഡ് ജോണറാണ്, ഏത് ജോണർ എന്ന് ഞാൻ പറയുന്നില്ല, കണ്ടു നോക്കുക. സോ ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം തിരഞ്ഞെടുത്ത് കാണുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് നോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ സെലക്റ്റീവായിട്ട് ഞാൻ ഈ പറഞ്ഞനുസരിച്ച് നിങ്ങൾക്ക് ഈ ജോണർ ഇഷ്ടമായിട്ടുണ്ടോ, അതിൻ്റെ ട്രെയിലർ ഇഷ്ടമായിട്ടുണ്ടോ, ഓക്കെ ഇങ്ങനത്തെ ഒരു വയലൻറ്റ് ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ലാഷർ മോഡിലുള്ള ഒരു സാധനമാണെന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അതും അമിത പ്രതീക്ഷകളില്ലാതെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് എക്സിറ്റ് എന്ന് പറയാം. സോ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.